അഞ്ചാം ലോക കിരീടം തേടിയെത്തുന്ന ജർമ്മനി, ആഫ്രിക്കൻ കരുത്തുമായി ഐവറി കോസ്റ്റ്, ലാറ്റിൻ അമേരിക്കൻ വന്യതയുമായി ഇക്വഡോർ, ലോകകപ്പിന് യോഗ്യത നേടുന്ന ചരിത്രത്തിലെ ഏറ്റവും കുഞ്ഞൻ രാജ്യമായ കുറാസാവോ. ഗ്രൂപ്പ് ഇയിൽ എന്റർടൈൻമെന്റിന് ഒട്ടും കുറവുണ്ടാവില്ല. 2014 അർജന്റീനയെയും ലിയോണൽ മെസ്സിയെയും കണ്ണീരണിയിച്ച കിരീടം നേടിയ ജർമ്മനിക്ക് പിന്നീട് നടന്ന 2 ലോകകപ്പും ദുരന്തമായി. 2018-ലും 2022-ലും ഗ്രൂപ്പ് റൗണ്ട് പോലും കടന്നില്ല. യൂലിയൻ നെഗൽസ്മാനിന് കീഴിൽ പഴയ പ്രതാപം വീണ്ടെടുക്കാനാണ് ജർമ്മനിയുടെ വരവ്. ജോഷുവ കിമിച്ച് നയിക്കുന്ന ടീമിൽ ഫ്ലോറിയൻ വിറ്റ്സ്, ജമാൽ മ്യൂസിയാല, കായ് ഹവാർട്സ്, ലീറോയ് സാനെ തുടങ്ങി വമ്പൻ താരങ്ങൾ ഏറെയുണ്ട്. വിരമിക്കൽ തീരുമാനം പിൻവലിച്ചെത്തിയ മാനുവൽ നോയറും ഗോൾ മുഖം കാക്കാനുണ്ട്. സെന്റർ ഫോർവേഡ് പൊസിഷനിൽ മുറോസ്ലാവ് ക്ലോസയ്ക്ക് ഒത്തൊരു പകരക്കാരനെ ഇനിയും കണ്ടെത്താനാവാത്തതും ഡിഫൻസിൽ വിശ്വസ്തരില്ലാത്തതുമാണ് പ്രധാന പോരായ്മകൾ. ഗോൾഡൻ ജനറേഷനുമായാണ് ഇക്വഡോർ 5ാം ലോകകപ്പിനെത്തുന്നത്. ചെൽസി താരം മോയിസസ് കൈസീഡോ, PSG-യുടെ വില്യം പാച്ചോ, AC മിലാന്റെ എസ്റ്റുപിയൻ എന്നിവരിലാണ് ലാറ്റിൻ അമേരിക്കൻ ടീമിന്റെ പ്രതീക്ഷകൾ. 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഐവറി കോസ്റ്റ് കാൽപന്തുകളിയുടെ വിശ്വവേദിയിൽ തിരിച്ചെത്തുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അമദ് ദിയാലോ, ഫ്രാങ്കീസെ, സൈക്കോ ഫൊഫാന, നിക്കോളാസ് പെപ്പെ തുടങ്ങി ആഫ്രിക്കൻ ടീം കിടിലൻ ടീം തന്നെയാണ്. ഈ ലോകകപ്പിലെ അദ്ഭുത സംഘമാണ് കുറാസാവോ. വെറും 1.5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള കുറാസാവോ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും കുഞ്ഞൻ രാജ്യമെന്ന നിലയിൽ ഇതിനോടകം തന്നെ ചരിത്രം കുറിച്ചു കഴിഞ്ഞു. ഗ്രൂപ്പ് റൗണ്ടിലെ 3 മത്സരങ്ങളിൽ ഒരു സമനിലയെങ്കിൽ പോലും പിടിക്കാനായാൽ കുഞ്ഞൻ ദ്വീപുകാർക്ക് ചരിത്ര ലോകകപ്പ് ഒന്നുകൂടി അവിസ്മരണീയമാക്കാം. 3 തവണ കയ്യെത്തും ദൂരനഷ്ടമായ കിരീടം ആദ്യമായി പിടിച്ചെടുക്കാൻ നെതർലാൻഡ്സ്, ഖത്തറിലെ അത്ഭുതം അമേരിക്കൻ മണ്ണിലും ആവർത്തിക്കാൻ ജപ്പാൻ, കറുത്ത കുതിരകളാവാൻ സ്വീഡനും ടുണീഷ്യയും. എന്തും സംഭവിക്കാമെന്നതാണ് ഗ്രൂപ്പ് എഫിലെ കാര്യങ്ങൾ. ഫിഫ റാങ്കിങ്ങിലെ 7ാം സ്ഥാനക്കാരായ ഓറഞ്ച് പട തന്നെയാണ് ഫേവറേറ്റുകൾ. വിർജിൽ വാൻ ഡൈക്ക്, ഫ്രാങ്കി ഡിയോങ്, കോഡി ഗാക്പോ, നദാനക്കെ, മെംഫിസ് ഡിപ്പായ് തുടങ്ങി മിന്നും താരങ്ങൾ ഏറെയുണ്ട് ഡച്ച് നിരയിൽ. ഇതിഹാസ താരം റൊണാൾഡ് കുമാനാണ് ടീമിന് തന്ത്രങ്ങൾ ഒതുന്നത്. ഖത്തർ ലോകകപ്പിൽ സ്പെയിനും ജർമ്മനിയും ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ നിന്ന് ചാമ്പ്യന്മാരായി ഞെട്ടിച്ചവരാണ് ജപ്പാൻ. അമേരിക്കൻ മണ്ണിലും ബൂട്ട് കിട്ടുന്നത് ഇവർ വെറുതെ അങ്ങ് പോകാനല്ല. ഇത്തവണത്തെ ലോകകപ്പിന് ആതിഥേയ രാജ്യങ്ങൾ കഴിഞ്ഞാൽ ആദ്യം യോഗ്യത നേടിയതും ഈ ഏഷ്യൻ ടീമായിരുന്നു. 1958 ലോകകപ്പിലെ റണ്ണറപ്പുകളായ സ്വീഡൻ ഖത്തർ ലോകകപ്പിൽ യോഗ്യത നേടാനാവാതെ പോയതിന്റെ ക്ഷീണം തീർക്കാനാണ് ഇത്തവണ എത്തുന്നത്. വിക്ടർ ഗ്യോക്കറസും അലക്സാണ്ടർ ഇസാക്കും ആന്റണി എലാങ്കയും ഒക്കെ ഉൾപ്പെടുന്ന ടീം ലോകകപ്പിലെ കറുത്ത കുതിരകളായാലും അത്ഭുതപ്പെടാനില്ല. 7ാം ലോകകപ്പിനിറങ്ങുന്ന ടുണീഷ്യ ആദ്യമായി ഗ്രൂപ്പ് സ്റ്റേജ് കടക്കാമെന്ന പ്രതീക്ഷയിലാണ് ബൂട്ടണിയുക.